Hi everyone, welcome to High Score app. Today I am here with the most important subject in commerce group, that is accountancy. Before going to learn what is accountancy, what is accountant and all, I want to ask you, why did you choose commerce as your group? Every one of you may be having different reasons, right? But one thing is sure, that this accounting, maybe most of you may be studying this subject for the first time. അല്ലേ, നമ്മൾ 10ാം ക്ലാസ് വരെ പഠിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട ഒരു സബ്ജക്റ്റ് ഈ ഗ്രൂപ്പിൽ അങ്ങനെയാണ്. ഈ പറയുന്ന സയൻസ് ഗ്രൂപ്പുകാരാണെങ്കിൽ അവർക്ക് മുന്നേ ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അവർ നമ്മളെല്ലാവരും പഠിച്ചവരാണ്. അതുകൂടാതെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുകാരാണെങ്കിൽ അവരും പിന്നെ ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൽ പഠിക്കുന്ന അക്കൗണ്ടൻസി ആൻഡ് ബിസിനസ് സ്റ്റഡീസ്, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ് ഇൻ ദിസ് കൊമേഴ്സ് ഗ്രൂപ്പ്. ഈ രണ്ട് സബ്ജക്ട്സും ഒരുപക്ഷെ നിങ്ങൾക്ക് പുതുതായി പഠിക്കുന്നതായിരിക്കും അല്ലേ. ബട്ട് പേടിക്കാനൊന്നുമില്ല, പുതുതാണെങ്കിലും ഇറ്റ് ഈസ് വെരി ഈസി സബ്ജക്ട്സ്. പിന്നെ അക്കൗണ്ടൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോബ്ലം പേപ്പർ ആണെങ്കിലും നമ്മൾ ഈ മാത്സിലെ പോലെ ഒരുപാട് ഇക്വേഷൻസും ഒരുപാട് ഡെറിവേഷൻസ് ഒന്നും ഇല്ല, മറിച്ച് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ്. സിമ്പിളായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങളവിടെ ഇക്വേഷൻസ് പഠിച്ചെടുക്കുകയല്ല, മറിച്ച് അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും അക്കൗണ്ടൻസിയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അക്കൗണ്ടൻസിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ശരിക്കും ഈ അക്കൗണ്ടൻസി നമ്മൾ എന്തിനാണ് ഈ അക്കൗണ്ടൻസി നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്തിനാണ് അക്കൗണ്ടൻസി പഠിക്കുന്നത്? നിങ്ങൾ അക്കൗണ്ടൻസി കേട്ടിട്ടില്ലെങ്കിലും പലരും അക്കൗണ്ടൻറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് അക്കൗണ്ടൻറ്റ്? നമ്മുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ നെയ്ബർഹുഡ്സിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള പലരും അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ പറയും, ഹീ ഈസ് വർക്കിംഗ് ആസ് എൻ അക്കൗണ്ടൻറ്റ്. അപ്പോൾ ആ ഒരു വർക്ക് അയാൾ ചെയ്യുന്നത് എന്താണ്? ഹീ ഈസ് ഡൂയിങ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. അയാളുടെ ജോലിയാണ് അക്കൗണ്ടിങ്. അപ്പോൾ എന്തായിരിക്കും അക്കൗണ്ടിങ്? നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യം എന്താണ്? ശരിക്കും ഓൾഡൻ ഡേയ്സിലൊക്കെ ഈ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റെക്കോർഡിങ്, അതായത് ഒരു ബിസിനസ് സ്ഥാപനങ്ങൾക്കല്ലേ അക്കൗണ്ടിങ് ആവശ്യം വരിക. അപ്പോൾ അവർ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനായിരുന്നു ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തിനാണ് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യം? ഇപ്പോൾ ഒരാളൊരു ബിസിനസ് തുടങ്ങിയാൽ, ഇപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ അവർക്കറിയണം അവരുടെ ബിസിനസ്സിൽ നിന്നും അവർക്ക് ലാഭമാണോ നഷ്ടമാണോ, അവരുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ദേ ഹാവ് ടു നോ, റൈറ്റ്? അങ്ങനെ അറിയണമെങ്കിൽ ഇപ്പോൾ ചെറിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ഒന്നും ഇല്ലാതെ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെറിയൊരു ഷോപ്പ് അല്ലേ, നമ്മുടെ നാട്ടിലെ ചെറിയ പെട്ടിക്കടകളൊക്കെ ഇല്ലേ, അവർക്കൊന്നും അങ്ങനെ വലിയ അക്കൗണ്ടിങ്ങിൻ്റെ ആവശ്യമില്ല. അവർക്ക് എത്രയാണോ വരവ് ചെലവ് അത് എഴുതി വെച്ചിട്ട് അതിൻ്റെ ബാലൻസ് എത്രയാണെന്ന് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും ലാഭമാണോ നഷ്ടമാണോ എന്ന്. പക്ഷേ ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻസിലൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമ്മുടെ ഹ്യൂമൻ മെമ്മറി എന്ന് പറയുന്നത് അത്ര പെർഫെക്റ്റ്, നമ്മളോട് മറന്നു പോവും. അങ്ങനെ വരുമ്പോൾ ആസ് എൻ എയ്ഡ് ടു ഹ്യൂമൻ മെമ്മറി ദീസ് അക്കൗണ്ടിങ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അവിടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ടു ഫോളോ എ പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റം. എന്ത് വേണം? അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോ ചെയ്യണം. ഓൾഡൻ ഡേയ്സിൽ ശരിക്കും ഈ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ റെക്കോർഡിങ് മാത്രമായിരുന്നു, ഓൾറെഡി ഞാൻ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ഈ ന്യൂ എറായിൽ എന്താണ്, നമ്മുടെ മോഡേൺ ഡേയ്സിൽ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ മോർ ദാൻ ജസ്റ്റ് റെക്കോർഡിംഗ് ആൻഡ് ബുക്ക് കീപ്പിംഗ്, ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊവൈഡിങ് ഇൻഫർമേഷൻസ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് അവിടെയുള്ള മാനേജേഴ്സിന് അവർക്ക് ആവശ്യമായ ഡിസിഷൻസ് എടുക്കാനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് കൂടെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അക്കൗണ്ടൻറ്റ് ജസ്റ്റ് നമ്മളെ ഐറ്റംസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക കൂടെ വേണം. ശരിക്കും അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ആൻഷ്യൻ ഹിസ്റ്ററി ഉണ്ട്, പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന മോഡേൺ അക്കൗണ്ടൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ലുക്ക പക്യോളിയാണ്. ഇറ്റ് ഈസ് ലുക്ക പക്യോളി. 1494 he published his books on double entry system of accounting. ഡബിൾ എൻട്രി സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഡബിൾ എൻട്രി സിസ്റ്റമാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സിസ്റ്റം. സോ ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ അക്കൗണ്ടിങ്. നമ്മൾ ഇന്നത്തെ അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാ ക്രെഡിറ്റും ആർക്കാണ്? ഈ പറയുന്ന ഇറ്റാലിയനാണ്. ഹീസ് എൻ ഇറ്റാലിയൻ. ഈ ഇറ്റാലിയനായ ലൂക്ക പക്യോളിക്കാണ്. Now
let us discuss the meaning and definition of accounting. Meaning എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു accounting is not only recording but it includes lot of functions. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ accounting is the process of identifying, measuring, recording and communicating the required informations relating to the economic events of an organization and communicating to the interested users of informations. അതായത് ഒരു ഓർഗനൈസേഷനിലെ എക്കണോമിക് ഇവൻറ്റ്സ് എന്താണ് പഠിക്കുന്നുണ്ട്. എക്കണോമിക് ഇവൻറ്റ്സ് എന്താണ്? ഇവൻറ്റ്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി. നമുക്ക് ഫിനാൻഷ്യൽ രൂപത്തിൽ അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇവൻറ്റ്സിനെ എന്ത് ചെയ്യാണ്? അക്കൗണ്ടിങ് എന്നുള്ള പ്രോസസ്സിൽ വി ആർ recording it and analyzing it, identifying it, then classifying it. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആൻഡ് ഫൈനലി വാട്ട് അക്കൗണ്ടന്റ് ഈസ് ഡൂയിങ്, ഹി ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ദീസ് റിസൾട്ട് ടു ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൻ്റെ ആവശ്യമുള്ള യൂസേഴ്സിന് എന്ത് ചെയ്യാണ്? ഈ ഒരു ഇൻഫർമേഷൻസ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അയാൾ പ്രൊവൈഡ് ചെയ്യാണ്. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് എ പ്രോസസ്സാണ്. അതൊരൊറ്റ കാര്യം അല്ലെങ്കിൽ ഒരൊറ്റ ആക്ടിവിറ്റി അല്ല, മറിച്ച് ഇറ്റ് ഈസ് എ പ്രോസസ്. യു വിൽ ഗെറ്റ് ദ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ബൈ ലേണിംഗ് എ സിമ്പിൾ ഡെഫിനിഷൻ. ഈ ഒരു ഡെഫിനിഷനിൽ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ്, ഫങ്ഷൻസ്, ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ഡെഫിനിഷനിൽ ഇൻക്ലൂഡഡ് ആണ്. ദിസ് ഡെഫിനിഷൻ ഈസ് ഗിവൺ ബൈ AICPA, ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് accountant. AICPA in 1941 defined accounting as accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. ഈ ഒരു ഡെഫിനിഷനിൽ എന്താണ് അക്കൗണ്ടിങ് എന്നും അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഡെഫിനിഷൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. പൊതുവേ നിങ്ങൾ ട്രോളൊക്കെ വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ട്രോൾ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു അക്കൗണ്ടിങ്സ് പഠിച്ച സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു കൊമേഴ്സ് സ്റ്റുഡൻസ് എത്ര കാലം കഴിഞ്ഞാലും ബാക്കി എന്ത് കാര്യങ്ങൾ മറന്നാലും മറക്കാത്തൊരു കാര്യമാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. ഈ പറയുന്ന എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാൽ ഏത് സമയത്ത് പറഞ്ഞാലും അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ് എല്ലാവർക്കും ഓർമ്മ വരിക. അതേപോലെ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ശരിക്കും ഇതിൽ ഓരോ ഐറ്റംസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ പിന്നെ എന്തില്ല, ഒരിക്കലും നിങ്ങളോട് ഇത് മറന്നു പോവില്ല. ഇവിടെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ ആർട്ട്, സയൻസ്, കൊമേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ ആർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് റിക്വയർ സം സ്കിൽ, അതായത് അത് ചെയ്യുന്ന ആളുടെ സ്കില്ലിന് അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് മീൻസ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മൾ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഇവൻറ്റ്സ് എന്ത് ചെയ്യാണ്? അത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാണ്. അത് റെക്കോർഡ് ചെയ്താൽ മാത്രം പോരാ, നെക്സ്റ്റ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം? ഹി ഹാവ് ടു ക്ലാസിഫൈ ദീസ് റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ്. റെക്കോർഡഡ് ഇൻഫർമേഷൻസിന് എന്ത് ചെയ്യണം? അതിനെ അല്ലെങ്കിൽ റെക്കോർഡഡ് ഡാറ്റ അഗെയിൻ ഹി ഈസ് ക്ലാസിഫൈങ് ഇറ്റ്. ക്ലാസിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഐറ്റംസ് ഓഫ് സിമിലർ നാച്ചർ ആർ ബ്രിങ്ങിങ് ടുഗദർ. നമ്മളിപ്പോൾ ഒരു ലാർജ് ഡാറ്റ നമുക്ക് തന്നെ അറിയാം. ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ എങ്ങനെയാണ്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറേ കോയിൻസോ അല്ലെങ്കിൽ കുറേ മണി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ സെപ്പറേറ്റ് ക്ലാസിഫൈ ചെയ്യും. അതായത് പിന്നെ 10 രൂപയുടെ നോട്ട്സ് വേറെ, അല്ലെങ്കിൽ 20 വേറെ, ഇപ്പോൾ കോയിൻസ് ആണെങ്കിൽ 1 റുപ്പീസിൻ്റെ വേറെ, 5 റുപ്പീസിൻ്റെ വേറെ, അങ്ങനെ ക്ലാസിഫൈ ചെയ്യും. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ഈസിലി അത് ആക്സസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് പിന്നീട് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ ആ ഒരു പ്രോസസ്, ദാറ്റ് ഈസ് ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ ഈ ക്ലാസിഫൈഡ് ഡാറ്റ എന്ത് ചെയ്യാണ്? വി ആർ സമ്മറൈസിങ്, അതായത് അതിനെ ചുരുക്കി കൊണ്ടുവരികയാണ്. നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ വീണ്ടും സമ്മറൈസിങ്. ഈ പ്രോസസ്സ് എല്ലാം, അതായത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്, എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത്? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ, അതായത് ഒരു പ്രത്യേക സിഗ്നിഫിക്കൻറ്റ് മാനറിലാണ്. അല്ലാണ്ട് തോന്നുന്നത് പോലെ, അക്കൗണ്ടന്റിന് തോന്നുന്നത് പോലെയല്ല, മറിച്ച് അക്കൗണ്ടിങ്ങിന് അതിൻ്റെതായ മെത്തേഡ്സ്, അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഒരു മെത്തേഡ്സും പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഈ പറയുന്ന റെക്കോർഡിങ്ങും ക്ലാസിഫൈയിങ്ങും ആൻഡ് സമ്മറൈസിങ് ഒക്കെ നടത്തുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, സിഗ്നിഫിക്കൻറ്റ് മാനർ ആയാൽ മാത്രം പോരാ,
നമ്മൾ ഇൻ ടേംസ് ഓഫ് മണിയാണ്. ദാറ്റ് മീൻസ് നമ്മൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് ഡാറ്റാസ് റെക്കോർഡ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മണിയാണ്. അത് മോണിറ്ററി വാല്യൂവിൽ എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതായത് നമുക്ക് റുപ്പീസിലോ അല്ലെങ്കിൽ പൈസയിലോ എന്ത് ചെയ്യാൻ പറ്റണം, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്, എന്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? അതായത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സമ്മറൈസ് ചെയ്യുന്നുണ്ട്. എന്തിനെയാണ്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിനെയാണ്. ഒരു ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിയിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും ആണ്. പിന്നെ എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആണ്? വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദർ ഓഫ്. അതായത് ഇതൊക്കെ ചെയ്താൽ എന്ത് വേണം, ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഈ ഒരു ഡാറ്റയിൽ നിന്നും നമ്മൾ ഇൻഫർമേഷൻസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് പിന്നെ അതിനെ എന്ത് ചെയ്യണം, ആ ഒരു റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യണം. ഇന്റർപ്രറ്റ് മീൻസ് അതിനെ മീനിങ് ഫുൾ ജഡ്ജ്മെന്റ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതാണ് ഈ പറയുന്ന ഇന്റർപ്രറ്റിംഗ് റിസൾട്ട് ദർ ഓഫ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ക്ലിയർ ആയോ? എന്താണ് ഡെഫിനിഷൻ? അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ്, നിങ്ങൾ ഈ ഓരോന്നായിട്ട് ഓർമ്മിച്ചാൽ മതി. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ടാണ്. എന്തിൻ്റെ ആർട്ടാണ്? ഇറ്റ് ഈസ് റെക്കോർഡിങ്. ഏതൊക്കെയാണ് ഫങ്ഷൻസ് വരിക? റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്. അങ്ങനെ നിങ്ങൾ ഓരോ അത് ലിങ്കായിട്ട് ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മറന്നു പോവില്ല. അതായത് അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ദെൻ ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. എന്തിനെയാണ്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അത് ഓർമ്മിക്കുക. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആണ്. എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ്, ഇവൻറ്റ്സ്? വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആണ് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദർ ഓഫ്. ഇതാണ് മീനിങ് ഓർ and definition of accounting. This definition is given by AICPA in 1941. Look at what are the functions in accounting. ഇപ്പോൾ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ ഫങ്ഷൻസിൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ്, എന്തായാലും നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട്, ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് റെക്കോർഡിംഗ്. ദ ഫസ്റ്റ് വൺ ഈസ് റെക്കോർഡിംഗ്. Recording simply means recording financial transactions or financial events in a business organization in an orderly and chronologically order in the books of accounting. അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്ത് ചെയ്യുകയാണ്, അവിടെ ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർലി അവിടെ റെക്കോർഡ് ചെയ്യുകയാണ്. ദിസ് ഈസ് ദ ബേസിക് ഫങ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ്ങിലെ ബേസിക് ഫങ്ഷനാണ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഈ പ്രൈമറി റെക്കോർഡിംഗ് അതായത് പ്രൈമറി ഫങ്ഷൻ ആണ്. ഈ പ്രൈമറി ഫങ്ഷൻ മെയിൻലി നമ്മൾ എവിടെയാണ്, ഏത് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഇൻ എ ബുക്ക് കോൾഡ് ജേണൽ. അതായത് ജേണൽ എന്ന ഒരു ബുക്കിലാണ് റെക്കോർഡിംഗ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ഫങ്ഷൻ ഈസ്, ഇറ്റ് ഈസ് എന്തായിരുന്നു നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പറഞ്ഞതാണ്, എന്താണ്? ഇറ്റ് ഈസ് ക്ലാസിഫൈങ്. ദ നെക്സ്റ്റ് വൺ ഈസ്, എന്തായിരുന്നു ക്ലാസിഫൈങ് എന്ന് പറഞ്ഞാൽ? നേരത്തെ ഡെഫിനിഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസിഫൈങ് മീൻസ് സിസ്റ്റമാറ്റിക് അനാലിസിസ് ഓഫ് ദ റെക്കോർഡഡ് ഡാറ്റ വിത്ത് എ വ്യൂ ടു ബ്രിങ്കിങ് ടുഗദർ ഐറ്റംസ് ഓഫ് സിമിലർ നാച്ചർ അറ്റ് വൺ പ്ലേസ്. അതായത് ഐറ്റംസ് ഓഫ് സിമിലർ നാച്ചർ എന്ത് ചെയ്യാണ്, ഒരൊറ്റ പ്ലേസിൽ നമ്മൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് അത് എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഈ ഒരു റെക്കോർഡഡ് ഡാറ്റ നമ്മൾ ഓൾറെഡി ഈ ജേണലിൽ റെക്കോർഡ് ചെയ്ത ഡാറ്റാസിനെ അതിനെ അനാലിസ് ചെയ്തിട്ട് അതിൽ നിന്നും എന്ത് ചെയ്യാണ്, ഒരേ സിമിലർ നാച്ചറുള്ള ഐറ്റംസിനെ ഒരു ഹെഡിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ഒരു ക്ലാസിഫൈങ് ഫങ്ഷൻ നമ്മൾ, അതായത് ക്ലാസിഫൈ ചെയ്തിട്ട് ഈ നേരത്തെ പറഞ്ഞ റെക്കോർഡഡ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഏത് ഒരു ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ എ ബുക്ക് കോൾഡ് ലെഡ്ജർ. ലെഡ്ജർ എന്ന ഒരു ബുക്കിലേക്ക്, അതായത് ലെഡ്ജറിൽ നമ്മൾ ഓരോ ഹെഡ്, അതായത് ഓരോ ഹെഡ് ഉണ്ടാവും. ദിസ് ഹെഡ് ഈസ് കോൾഡ് അക്കൗണ്ട്. അതിനാണ് പറയാം അക്കൗണ്ട്. ഓരോന്നിനും ഓരോ അക്കൗണ്ട് ആയിട്ട്, അതായത് ഒരു പേജ് പോലെ ആ ഓരോ അക്കൗണ്ടൻ്റ് ആയിട്ട് ലെഡ്ജറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ റെക്കോർഡഡ് ഡാറ്റയെ വീണ്ടും അത് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിന് പറയാം പോസ്റ്റിംഗ് എന്നാണ്. ആ ഒരു പോസ്റ്റിംഗ് ചെയ്യുന്നത്. ഇത് നമ്മളെ തേർഡ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ജേർണലും
ലെഡ്ജർ ഒക്കെ പഠിക്കാനുണ്ട്, പ്രോബ്ലം തന്നെ ചെയ്യാനും ഉണ്ട്. ദ തേർഡ് ഫങ്ഷൻ ഈസ് സമ്മറൈസിങ്. ഇതും നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പഠിച്ചതാണ്. ഇറ്റ് ഈസ് സമ്മറൈസിങ്. എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ? സമ്മറൈസിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രസൻറ്റിംഗ് ക്ലാസിഫൈഡ് ഡാറ്റ ഇൻ എ വേ വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ ടു ദ എക്സ്റ്റേണൽ ആസ് വെൽ ആസ് ഇൻറ്റേർണൽ യൂസേഴ്സ്. നമ്മൾ നേരത്തെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റാസ് എന്ത് ചെയ്യാണ്? അതിന് പ്രസൻറ്റ് ചെയ്യാണ്. എങ്ങനെ, ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് യൂസ്ഫുൾ ടു ദ യൂസേഴ്സ്. യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ടാവാം, എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ടാവാം. ദ നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ്, അല്ലെങ്കിൽ നമ്മൾ ഡെഫിനിഷൻ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ്റെ അടുത്തൊരു ഐറ്റം ആയിരുന്നു ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫോർത്ത് വൺ ഈസ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലേ? അതായത് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഈ ഒരു ഫിനാൻഷ്യൽ സ്വഭാവമുള്ള, അതായത് നമുക്ക് മോണിറ്ററി ടേംസിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഇവൻറ്റ്സ്, അങ്ങനെയുള്ള ഇവൻറ്റ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ഫിനാൻഷ്യലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതാണ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ്, ഫിഫ്ത്ത് വൺ ഈസ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ദാറ്റ് ഈസ് ഫിഫ്ത്ത് വൺ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റ്സ്. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു എൻഡ് യൂസർ, അതായത് നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം, യൂസേഴ്സിന് എന്ത് ചെയ്യണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഈ ഒരു പ്രോസസ് ദാറ്റ് ഈസ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്തിനാണ്? അതായത് എൻഡ് യൂസേഴ്സ് ക്യാൻ മേക്ക് മീനിങ് ഫുൾ ജഡ്ജ്മെൻറ്റ് എബൌട്ട് ഫിനാൻഷ്യൽ പൊസിഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ബിസിനസ്. അതിന് വേണ്ടിയിട്ടാണ് അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യാണ്? അതായത് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ സമ്മറൈസ് ചെയ്ത ഡാറ്റാസിനെ എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് മേക്കിംഗ് ദിം സിംപ്ലിഫൈഡ്. അതിനെ സിംപ്ലിഫൈ ചെയ്യാണ് സോ ദാറ്റ് ദ എൻഡ് യൂസർ ക്യാൻ മേക്ക് എ മീനിങ് ഫുൾ ജഡ്ജ്മെൻറ്റ്. ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ മീൻസ് എക്സ്പ്ലെയിൻ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദീസ് അനാലിസിസ്ഡ് അല്ലെങ്കിൽ അനലൈസ്ഡ് ഡാറ്റയെ എന്ത് ചെയ്യണം? അതിൻ്റെ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനാണ് ഈ ഇൻ്റർപ്രറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ലാസ്റ്റ് ഫങ്ഷൻ ഈസ് ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ദ സിക്സ്ത് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ദീസ് ഡാറ്റ ദാറ്റ് ഈസ് ലാസ്റ്റ് എന്ത് ചെയ്തു? അതിനെ അനലൈസ് ചെയ്തു, ഇൻ്റർപ്രറ്റ് ചെയ്തു. This information has to be communicated to the users of accounting informations. Users of accounting information എന്ന് പറയുമ്പോൾ അവിടെ എക്സ്റ്റേണലും ഇൻറ്റേർണൽ യൂസേഴ്സ് ഉണ്ടാവാം. എന്തിനായിരിക്കും ഈ യൂസേഴ്സിന് അതിൻ്റെ ആവശ്യം? ഫോർ ഡിസിഷൻ മേക്കിംഗ്. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നത് കൂടെ ഈ ഒരു അക്കൗണ്ടിങ്ങിൽ ഉൾപ്പെടുന്ന ഫംഗ്ഷനാണ്. In order to know the exact feature അല്ലെങ്കിൽ exact nature of accounting, we have to study the features അല്ലെങ്കിൽ characteristics of accounting. Accounting എന്താണെന്ന് അറിയണമെങ്കിൽ we have to study characteristics of accounting. Next topic we are going to discuss is features of accounting or characteristics of accounting. അതിൽ the first one is economic events. First one is economic events. What is an economic event? Economic events are happening of consequences to a business enterprise. അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസിൽ നടക്കുന്ന ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസസ് ആക്ടിവിറ്റീസിനാണ് നമ്മൾ പൊതുവെ എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറയുക. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും അല്ല, മറിച്ച് ട്രാൻസാക്ഷൻസ് മെഷറബിൾ ഇൻ മോണിറ്ററി ടേംസ്. മോണിറ്ററി ടേംസിൽ അതായത് ഫിനാൻഷ്യൽ ടേംസിൽ അതിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസിനാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതാണ് എക്കണോമിക് ഇവൻറ്റ്സ്. മാത്രമാണെങ്കിൽ നമുക്ക് എനി ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസസ് പറയായിരുന്നു. പക്ഷേ ഇവിടെ എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ മെഷറബിൾ ഇൻ മോണിറ്ററി ഐറ്റംസ്, അത് മാത്രമാണ് നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഇൻറ്റേർണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ. രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഇൻറ്റേർണൽ ഇവൻറ്റ്സും ഉണ്ട്, പിന്നെ there may be external
എക്സ്റ്റേണൽ ഇവൻറ്റ്സ്. ഇതിൽ ഇൻറ്റേർണൽ ഇവൻറ്റ്സ് മീൻസ് എന്താണ് ഇൻറ്റേർണൽ? നമുക്ക് ഇൻറ്റേർണൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇൻറ്റേർണൽ മീൻസ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എന്നൊക്കെ പറയും. എന്താണ്? വിതിൻ അവർ ബോഡിയാണ്, അതായത് ഉള്ളിലുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന, അതായത് വിത്തിൻ ദ ഓർഗനൈസേഷനിൽ നടക്കുന്ന ഇവൻറ്റ്സിനാണ് നമ്മൾ ഈ ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ വിത്തിൻ ദ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓർഗനൈസേഷൻസിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലായിരിക്കാം, അല്ലേ? ഇല്ലെങ്കിൽ 2 വിങ്സ് തമ്മിലായിരിക്കാം. അങ്ങനെയുള്ള 2 വിങ്സ് തമ്മിലോ അല്ലെങ്കിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലോ ഉള്ള ട്രാൻസാക്ഷൻസിനാണ് നമ്മൾ പൊതുവേ ഈ പറയുന്ന ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോ മെറ്റീരിയൽ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു ഫേമിൽ, ഒരു ബിസിനസ് സ്ഥാപനമാണ്, അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ വേറെന്തുണ്ട്, ഈ പ്രൊഡക്ഷനെ പിന്നീട് മാർക്കറ്റിംഗ് അവർ വിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഫേമിൽ അവിടെ ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് സപ്ലൈ ചെയ്യണ്ടേ? പിന്നെ അതേപോലെ റോ മെറ്റീരിയൽ ഒരു സ്ഥലത്തായിരിക്കും സൂക്ഷിക്കുക. അപ്പോൾ ആ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യണം? ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? സ്റ്റേഷനറി ഐറ്റംസ്, ഇപ്പോൾ ഓഫീസിലേക്ക് സ്റ്റേഷനറി ഐറ്റംസ് സപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ഈ പറയുന്ന ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഇൻറ്റേർണൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും എക്സ്റ്റേണൽ ഇവൻറ്റ്സ്? ഇൻറ്റേർണൽ അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ മീൻസ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, അതായത് ഒരു ബിസിനസ് എൻറ്റിറ്റിയും ഔട്ട്സൈഡിലുള്ള മറ്റൊരു എൻറ്റിറ്റിയും തമ്മിലുള്ള നടക്കുന്ന ട്രാൻസാക്ഷൻസും ഇടപാടുകളെ എന്താണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുത്തും? ഈ എക്സ്റ്റേണൽ ഇവൻറ്റ്സ്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ബിറ്റ്വീൻ 2 എൻറ്റിറ്റീസ് ആണ്. അതായത് ഒരു ഓർഗനൈസേഷനും വിത്ത് ദ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, ഒരു ഔട്ട്സൈഡ് പേഴ്സണായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇടപാട് നടത്തുന്നത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ഇവൻറ്റ്സിലെ എക്സാമ്പിൾസ് എന്തൊക്കെയായിരിക്കും? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ അവിടുത്തെ എംപ്ലോയീസിന് വേജ് കൊടുക്കുകയാണ്, സാലറി കൊടുക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? അവിടത്തേക്കുള്ള ഗുഡ്സ് സപ്ലയറിൽ നിന്നും ഗുഡ്സ് പർച്ചേസ് ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് എന്തെങ്കിലും ഐറ്റംസ് വിൽക്കുന്നു, ദാറ്റ് ഈസ് സെയിൽ ഓഫ് ഗുഡ്സ്. ഇതൊക്കെ ഏതിൽ വരും? ഈ പറയുന്ന എക്സ്റ്റേണൽ ഇവൻറ്റ്സിൽ പെടുത്താവുന്നതാണ്. ദ നെക്സ്റ്റ് ഫീച്ചർ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ നേരത്തെ ഫങ്ഷൻസിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇറ്റ് ഈസ് ഐഡൻറ്റിഫിക്കേഷൻ, measurement, recording and finally communication. ഇതിൽ the first one is identification. Identification simply means determining what has to be recorded in the books of account. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും ബുക്സ് ഓഫ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ഒബ്സർവ് ആൻഡ് അനലൈസ് ദ ആക്ടിവിറ്റീസ് ഇൻ എ ബിസിനസ്. എന്നിട്ട് അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്നും സെലക്ട് ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ആക്ടിവിറ്റീസ്. വി ഹാവ് ടു സെലക്ട് ആക്ടിവിറ്റീസ് വിത്ത് ഫിനാൻഷ്യൽ ക്യാരക്ടർ as well as it has to be related to the organization. നമ്മൾ എവിടെയോ നടന്ന ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യേണ്ട, മറിച്ച് നമ്മൾ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ആക്ടിവിറ്റീസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഇൻ ദിസ് പ്രോസസ്, ദാറ്റ് ഈസ് ഇൻ ദിസ് ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്, വി ഹാവ് ടു, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ഹാവ് ടു ഒബ്സർവ് ആൻഡ് സെലക്ട് ആക്ടിവിറ്റീസ് വിച്ച് ഹാവ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് account. And if an or activity അല്ലെങ്കിൽ ഒരു ഇവൻറ്റ്, ഇഫ് ഇറ്റ് ക്യാൻ ബി മോണിറ്ററി എക്സ്പ്രസ്ഡ്, അതായത് അത് ഫിനാൻഷ്യൽ നാച്ചുറൽ അല്ലെങ്കിൽ നമുക്കൊരു മോണിറ്ററി ടേംസിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട? ആ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ടതില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാനേജറിയൽ പോളിസി മാറി, അല്ലെങ്കിൽ ഒരു എംപ്ലോയി രാജിവെച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ എംപ്ലോയീസിനെ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് വി കാൺ എക്സ്പ്രസ് ഇറ്റ് ഇൻ ഫിനാൻഷ്യൽ ടേം അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യേണ്ട? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവൻറ്റ്സ് എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യില്ല. ദ നെക്സ്റ്റ് വൺ ഈസ്, നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞു, നെക്സ്റ്റ് വൺ ഈസ് മെഷർമെൻറ്റ്. മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സിന് എന്ത് ചെയ്യണം?
the quantification of these identified events അല്ലെങ്കിൽ identified transactions. അതായത് quantifications means എന്താണ്? It is expressed in monetary terms. ഈ നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മൾ മോണിറ്ററി ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇവൻറ്റ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ഇവൻറ്റ്സിനെ വീണ്ടും എന്ത് ചെയ്യണം? യു ഹാവ് ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ മോണിറ്ററി ടേംസ്. മോണിറ്ററി ടേംസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? മോണിറ്ററി ഇൻ റുപ്പീസ് ഓർ ഇൻ പൈസ. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാണ്? അതിനെ എക്സ്പ്രസ് ചെയ്യാണ്. ഇപ്പോൾ നമ്മളൊരു ഇവൻറ്റ് സെലക്ട് ചെയ്തിട്ട് പിന്നെ മനസ്സിലായി അതിനെ നമുക്ക് മോണിറ്ററി വാല്യൂയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഇവൻ്റ് എന്ത് ചെയ്യില്ല? ആ അക്കൗണ്ടൻ്റ് കൺസിഡർ ചെയ്യില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഇപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ, ഒരു പുതിയ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്താൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് മോണിറ്ററി ടേംസിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യേണ്ട? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിങ്ങിൽ അത് കൺസിഡർ ചെയ്യില്ല. ദ നെക്സ്റ്റ് വൺ ഈസ് എന്താണ്? നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞു അല്ലേ? ഐഡൻറ്റിഫിക്കേഷൻ മീൻസ് ഐഡൻറ്റിഫൈങ് വാട്ട് ഹാസ് ടു ബി റെക്കോർഡഡ് അല്ലേ? ഐഡൻറ്റിഫിക്കേഷൻ സിംപ്ലി മീൻസ് ഡിറ്റർമൈൻ വാട്ട് ഹാസ് ടു ബി റെക്കോർഡഡ്. ദെൻ മെഷർമെൻറ്റ് എന്താണ്? മെഷർമെൻറ്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ ആണ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ അനലൈസിങ് ആൻഡ് ആഫ്റ്റർ ക്വാണ്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാണ്ടിഫൈങ് ദീസ് അനലൈസ്ഡ് ഡാറ്റ ഓർ ഇവൻറ്റ്സ് വി ഹാവ് ടു റെക്കോർഡ് ദാറ്റ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ദോസ് ഇവൻറ്റ്സ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രോണോളജിക്കൽ മാനർ. അതായത് സിസ്റ്റമാറ്റിക് മെത്തേഡിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഈ പറയുന്ന ഐറ്റംസ് റെക്കോർഡ് ചെയ്യണം. ഇതിനാണ് നമ്മൾ തേർഡ് പറയുന്ന ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യാണ്. ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ഈസ് സെക്കൻഡ് ഫീച്ചറിലെ ലാസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഡാറ്റ നമ്മൾ റെക്കോർഡ് ചെയ്ത് അവസാനം എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ടു ദ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. ഈ അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യണം? ആർക്കൊക്കെയാണോ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമുള്ളത്, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമുള്ളത്, അവർക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. ദ നെക്സ്റ്റ് ഫീച്ചർ ഓർ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഈസ് organization. The third one is organization. എന്താണ് ഒരു ഓർഗനൈസേഷൻ? സ്ഥാപനം. അങ്ങനെ കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ സ്കൂൾസ്, പിന്നെ നമ്മുടെ മറ്റു ഹോസ്പിറ്റൽ, എല്ലാത്തിനും നമ്മൾ പറയുക എന്താണ്? ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ. അതൊരു സ്ഥാപനമാണെന്ന് നമ്മൾ പറയും. അപ്പോൾ ഓർഗനൈസേഷൻ സിംപ്ലി മീൻസ് എ ബിസിനസ് എൻറ്റിറ്റി. ഒരു ബിസിനസ് എൻറ്റിറ്റിക്കാണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് പറയാം. ആ എൻറ്റിറ്റി ഒരുപക്ഷെ പ്രോഫിറ്റ് മോട്ടീവ് ആവാം, അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആവാം. അതായത് പ്രോഫിറ്റിന് വേണ്ടി മാത്രമുള്ളതല്ല, നോൺ പ്രോഫിറ്റിന് നമ്മൾ പൊതുവെ ഈ പറയുന്ന ഓർഗനൈസേഷൻ എന്ന് തന്നെ പറയാം. ഓർഗനൈസേഷൻസ് മീൻസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ എൻറ്റിറ്റി വിച്ച് സ്റ്റാൻഡ്സ് ഫോർ പെർഫോമിങ് ബിസിനസ് ഐദർ ഫോർ പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ്. അതായത് ബിസിനസ് ഒരു ഏതെങ്കിലും ഒരു ബിസിനസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻറ്റിറ്റിക്കാണ് നമ്മൾ പൊതുവെ ഓർഗനൈസേഷൻ എന്ന് പറയാം. അത് വെദർ ഇറ്റ് മേ ബി ഫോർ പ്രോഫിറ്റ് ഓർ നോൺ പ്രോഫിറ്റ്, പ്രോഫിറ്റോ നോൺ പ്രോഫിറ്റോ എന്തുമാവാം. അപ്പോൾ ഓർഗനൈസേഷൻസിൽ പൊതുവെ അതിൻ്റെ നാച്ചർ, സൈസ് അങ്ങനെ നോക്കുമ്പോൾ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്. നമുക്ക് ഓർഗനൈസേഷൻ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് മേ ബി നമ്മൾ പഠിക്കാനുണ്ട് അതൊക്കെ. ഇറ്റ് മേ ബി സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നമ്മുടെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നില്ലേ, ഒറ്റയ്ക്ക് ബിസിനസ് നടത്തുന്ന ആൾക്കാരില്ലേ, അവർക്കാണ് പൊതുവെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുക. പിന്നെ പാർട്ട്ണർഷിപ്പ്, അതായത് രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഒന്നിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നതിനാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, കമ്പനി ഉണ്ട്, അങ്ങനെയുള്ള എനി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, അങ്ങനെയുള്ള അങ്ങനെ അവരെ അസോസിയേഷൻ പേഴ്സൺസ് എന്ത് ചെയ്യാണ്, അവരെ ഈ ഒരു എന്തെങ്കിലും ബിസിനസ് ക്യാരി ഓൺ ചെയ്യുമ്പോൾ ആ ഒരു എൻറ്റിറ്റിക്ക് പറയുന്നതിനാണ് എന്ത്, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ അവിടെ അക്കൗണ്ടിങ്ങിന് ആവശ്യമില്ലല്ലോ. അക്കൗണ്ടിങ് പൊതുവെ ഫോളോ ചെയ്യുക ഇൻ എവറി ഓർഗനൈസേഷൻസ് ആണ്. ദ ലാസ്റ്റ് ഫീച്ചർ ഓഫ് അക്കൗണ്ടിങ് ഈസ് യൂസേഴ്സ് അല്ലെങ്കിൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. ദ ലാസ്റ്റ് വൺ ഈസ് യൂസേഴ്സ്. യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് അല്ലേ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ പറഞ്ഞിരുന്നു അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഇപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്,
ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. കമ്മ്യൂണിക്കേഷൻ ആവശ്യങ്ങൾക്കാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം? അതിനെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഓരോ യൂസേഴ്സിനും, ഫോർ എക്സാമ്പിൾ ഓണേഴ്സ് ആവാം, മാനേജേഴ്സ് ആവാം, അങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമാണ്. കാരണം ഇതാണ് അവരുടെ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ആ ലാംഗ്വേജിൽ അവർക്ക് ഇൻഫർമേഷൻസ് കിട്ടിയാലേ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് അതിന് പ്രോപ്പർ മെഷേഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതായത് ആരൊക്കെയാണോ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൻ്റെ ആവശ്യക്കാർ അവർക്കാണ് നമ്മൾ പൊതുവെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂസേഴ്സിന് എന്തിനാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്? ഫോർ മേക്കിംഗ് വാരിയസ് ഡിസിഷൻസ്. ഈ യൂസേഴ്സും നമ്മൾ നേരത്തെ എക്കണോമിക് ഇവൻറ്റ്സ് പറഞ്ഞതുപോലെ യൂസേഴ്സിലും ഇൻറ്റേർണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. ഈ യൂസേഴ്സിലും internal users ഉണ്ട്, as well as there are external users. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിത്തിൻ ദ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റിയുടെ ഉള്ളിലുള്ള യൂസേഴ്സ് ആരൊക്കെയാണോ അവർക്കാണ് ഈ ഇന്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ആർക്കൊക്കെ ആയിരിക്കും ഈ ഇൻഫർമേഷൻസ് ആവശ്യം വരിക? നമുക്കറിയാം, CEO അല്ലേ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അയാൾക്ക് ആവശ്യമുണ്ടാവും. പിന്നെ ആരൊക്കെ ആയിരിക്കും? ഫിനാൻഷ്യൽ ഓഫീസർ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ്, കമ്പനിയുടെ പ്രസിഡന്റ്, അങ്ങനെ ഒരുപാട് വ്യക്തികൾക്ക്, അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഓരോ ലെവൽസിലെയും മാനേജേഴ്സിന് എന്താവശ്യം വരും? ഈ പറയുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടാവും. ദെൻ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻലി ഇറ്റ് കൺസിസ്റ്റ് എന്താണ്? ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരാളാണ് ഓണേഴ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓണേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആളല്ലേ? പക്ഷേ ഇപ്പോൾ പാർട്ട്ണർഷിപ്പും അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പും ആണെങ്കിൽ അവിടെ അവർ തന്നെയാണ് അല്ലേ, അതായത് ഒരു ഓണർ തന്നെയായിരിക്കും, അയാൾ തന്നെയായിരിക്കും മാനേജർ, അയാളുടെ കയ്യിൽ തന്നെ ആയിരിക്കും എല്ലാ ഇൻഫർമേഷൻസും. പക്ഷേ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ, ഇപ്പോൾ കമ്പനി എന്നൊക്കെ കേട്ടില്ല നിങ്ങൾ? ഇപ്പോൾ കമ്പനി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈ ഓണേഴ്സ് എന്ന് പറയുന്നത് ആരാണോ അവിടെ ഷെയർ ഹോൾഡേഴ്സ്, അതായത് ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ ഓണേഴ്സാണ്. പക്ഷേ ഓണേഴ്സ് ആണെങ്കിലും ദേ ആർ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ, അതായത് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ മാനേജേഴ്സ് ആയിരിക്കും. അവർ ജസ്റ്റ് ഓണേഴ്സ് മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ദേ ആർ എൻ എക്സ്റ്റേണൽ യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. പിന്നെ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്ക്, എക്സ്റ്റേണൽ യൂസറിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ബാങ്ക്. പിന്നെ ഗവൺമെൻറ്, അങ്ങനെയുള്ള എക്സ്റ്റേണൽ യൂസേഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ള ഇപ്പോൾ ട്രേഡ് യൂണിയൻസ്, അങ്ങനെയുള്ളവരൊക്കെ എന്താണ്? ഈ എക്സ്റ്റേണൽ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നവരാണ്. അപ്പോൾ ഇത്രയാണ് എന്ത് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഹാപ്പനിങ് ഓഫ് കോൺസിക്വൻസസ് ആണ്. പിന്നെ എങ്ങനെയുള്ളതാണ്? നമ്മൾ ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി പിന്നെ ഫിനാൻഷ്യലി എക്സ്പ്രസ്ഡ്, അല്ലെങ്കിൽ നമ്മുടെ മോണിറ്ററി വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അവിടെ ഇന്റേണൽ ഇവൻറ്റ്സും ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ ഇവൻറ്റ്സ് ഉണ്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ ഒരൊറ്റ കാര്യം ഓർമ്മിക്കുക, ഡിറ്റർമൈനിങ് വാട്ട് ഹാസ് ടു ബി റെക്കോർഡഡ്, മെഷർമെൻറ്റ്, ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ദീസ് ഐഡൻറ്റിഫൈഡ് ഡാറ്റ. Then recording means recording this identified and measured data in a significant and in chronological order in books of account. Then communication means communicating the result, അല്ലെങ്കിൽ communicating the informations gathered from this recording to the various users of information. The next feature is organization. Organization means any entity performing business activity whether for profit or non-profit motive. Then users, the last one is users means users of accounting informations. They can be internal users as well as external users. They need accounting informations for making various decisions. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സിൽ അവസാനം പറഞ്ഞ ഒരു പോയിന്റ് ആയിരുന്നു, അവസാനത്തെ ഫീച്ചർ ആയിരുന്നു യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്.
ആ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇമ്പോർട്ടൻ്റ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് ഓണർ. ഇതൊക്കെ നേരത്തെ ഒരു ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓണർ എന്ന് പറയുമ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ആരായിരിക്കും ഓണർ? ഇറ്റ് ഈസ് ദ സോൾ പ്രൊപ്രൈറ്റർ. ദെൻ പാർട്ട്ണർഷിപ്പിലെ ഓണർ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ആണ്. ഇൻ എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ദ ഓണേഴ്സ് ആർ ഷെയർ ഹോൾഡേഴ്സ്. അങ്ങനെ ഓരോ ടൈപ്സ് ഓഫ് എൻറ്റിറ്റിയിലും ഓരോ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനിലും ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓണേഴ്സ്. ഓരോന്നിനും ഓണേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഓണേഴ്സ് ദേ നീഡ് ഇൻഫർമേഷൻസ് ഫോർ നോയിങ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ ഇൻവെസ്റ്റ് ചെയ്ത മണി അത് പ്രോഫിറ്റബിൾ ആയിട്ട് അത് യൂസ്ഫുൾ ആയിട്ട് അത് വിനിയോഗിക്കാൻ പറ്റിയോ എന്ന് അവർക്ക് അറിയേണ്ടതുണ്ട്. അതിനാണ് ഈ ഓണേഴ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൻ്റെ ആവശ്യം വരുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് ഓണർ പറഞ്ഞു, നെക്സ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ്. നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും പാർട്ട്ണർഷിപ്പിലും മാനേജ്മെൻറ്റും പിന്നെ ഓണേഴ്സും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ഇൻ എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ദ ഓണേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ആർ ഡിഫറെൻറ്റ്. അതായത് അവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഓണേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽ മാനേജേഴ്സ് ആയിരിക്കും. മാനേജേഴ്സ് നീഡ് ദീസ് ഇൻഫർമേഷൻസ് ടു നോ വാട്ട് ഹാപ്പൻ ആൻഡ് വാട്ട് ഷുഡ് ബി ഡൺ ടു ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ ഓർഗനൈസേഷൻ. അവർ മുന്നേ എടുത്ത ഡിസിഷൻസിന് എന്താണ് സംഭവിച്ചത്, അത് കൂടാതെ അതിൽ നിന്നും എന്തൊക്കെ മാറ്റം വരുത്തണം, എവിടെയൊക്കെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാനും അതേപോലെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ദേ നീഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് ഓർ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പം നിങ്ങളിപ്പോൾ പത്രത്തിലൊക്കെ കാണും അല്ലേ, ഓരോന്നിൻ്റെയും പിന്നെ ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കാണാറില്ലേ? അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരാൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ത് വേണം? അയാൾക്ക് ദേ ഹാവ് ടു നോ ദ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അങ്ങനെ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്കവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഒരു ലാഭമൊന്നും ഇല്ലാത്ത നഷ്ടക്കച്ചവടത്തിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ല. അങ്ങനെ നമുക്കത് ആ ഒരു ഓർഗനൈസേഷൻ നല്ലതാണോ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മണിക്ക് ആ ഒരു ക്യാഷിന് നമുക്ക് റിട്ടേൺ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ എന്ത് വേണം? വി ഹാവ് ടു നോ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൽ നിന്നും നമുക്ക് ആ ഒരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയും ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ ഈസ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്ക്സ്. Creditors and bank. Creditors and bank എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞാലോ ഒരു ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള ക്യാഷ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റില്ല. അറ്റ് വാരിയസ് ടൈംസ് ദേ ഹാവ് ടു നീഡ് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും സഹായം ആവശ്യം വരും. അങ്ങനെ വരുമ്പോൾ ഈ ലെൻഡ് ചെയ്യുന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം, അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവർ ലോൺ എടുക്കാം. അങ്ങനെ അവർ ലോൺ കൊടുക്കുമ്പോൾ ഈ പറയുന്ന ക്രെഡിറ്റേഴ്സും ബാങ്കും അവരെന്ത് നോക്കും? ഈ ഒരു ഫേമിൻ്റെ അതായത് അവർ ലെൻഡ് ചെയ്യുന്ന ഫേമിൻ്റെ അതിൻ്റെ സോൾവൻസി അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണെന്ന് നോക്കും. കാരണം അങ്ങനെ നോക്കിയാൽ ഇവർ ലെൻഡ് ചെയ്യുന്ന മണി അത് ആ സമയത്തിനുള്ളിൽ തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ എന്ന് നോക്കിയിട്ടല്ലേ ലെൻഡ് ചെയ്യുമോ? ആ ഒരു ഇൻഫർമേഷൻസ് അവർക്ക് കിട്ടണമെങ്കിൽ അത് എവിടെ നിന്നായിരിക്കും? ഫ്രം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. സോ ദീസ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്ക് ദേ ആർ ഓൾസോ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയീസ്. നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയീസ്. എംപ്ലോയീസിന് എന്താണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്? അവർക്ക് വാരിയസ് പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീം അല്ലെങ്കിൽ ബോണസ് സ്കീംസിനൊക്കെ അറിയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നല്ല ലാഭമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾക്ക് ബോണസ് തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ പ്രോഫിറ്റിൽ നിന്ന് കുറച്ചൊരു ഷെയർ തരണം. അതൊക്കെ എംപ്ലോയീസിന് പറഞ്ഞൂടെ? അങ്ങനെ കൊടുക്കുമ്പോൾ അടുത്ത പ്രാവശ്യം അവർക്ക് ഇൻട്രസ്റ്റ് കൂടും, വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കൂടും. സോ എംപ്ലോയീസ് ഓൾസോ നീഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. The next one is government. Sixth one is
ഗവൺമെൻറ്. എന്തിനാണ് ഗവൺമെൻറ്റിന്? ഗവൺമെൻറ് ഫോർ ദ പർപ്പസ് ഓഫ് ടാക്സേഷൻ. ഇപ്പം അല്ലെങ്കിൽ വാരിയസ് കൈൻഡ്സ് ഓഫ് ലോ, ഒരു എന്തെങ്കിലും ലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സേഷൻ പർപ്പസിനൊക്കെ ഗവൺമെൻറ്റിന് ഓരോ കമ്പനിയുടെ അല്ലെങ്കിൽ ഓരോ ബിസിനസ് എൻറ്റിറ്റിയുടെയും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമുണ്ടാകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണാറില്ലേ, ഗവൺമെൻറ് എന്ത് ചെയ്തു, അവിടുത്തെ പിന്നെ വരവ് കണക്കുകളൊക്കെ ചെക്ക് ചെയ്യാൻ പോയി, അല്ലെങ്കിൽ ഓരോ ആൾക്കാർ കസ്റ്റംസ് ആൾക്കാർ വന്നു, അങ്ങനെ നിങ്ങൾ കാണലില്ലേ അല്ലേ? അതൊക്കെ എന്താണ്, ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓൾസോ നീഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ശരിക്കും നമ്മൾ ഗുഡ്സ് വാങ്ങിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ദേ ഹാവ് ടു നോ ദ എബിലിറ്റി ടു സർവീസ് ദ പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഗ്യാരണ്ടി. ഇപ്പോൾ ഒരു ഉറപ്പും ഇല്ലാത്തൊരു ഓർഗനൈസേഷനിൽ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുമോ? ഇല്ല. കാരണം നമ്മൾ ഇതിനെന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ പിന്നെ നമുക്ക് തിരിച്ചു പോയാൽ അവർ ഒന്നുമില്ല, റിട്ടേൺ ചെയ്തു തരില്ല, അല്ലെങ്കിൽ ഗ്യാരണ്ടി ഇല്ല, വാറണ്ടി ഇല്ല. അതിനൊന്നും അവർക്ക് കഴിവില്ലെങ്കിൽ എന്തില്ല, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ആരും പ്രൊഡക്ട്സ് വാങ്ങാൻ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ദീസ് കസ്റ്റമേഴ്സ് ഓൾസോ വാണ്ട് ടു നോ ദീസ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ദേ ഓൾസോ നീഡ് to know the accounting informations for knowing the firm's ability to service the product. The next one is security analyst and advisors. Security analyst. ഈ സെക്യൂരിറ്റി അനലിസ്റ്റും അഡ്വൈസേഴ്സും ചെയ്യുന്ന ഡ്യൂട്ടി എന്താണെന്ന് പറഞ്ഞാൽ, അവരാദ്യം ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ അവരുടെ എബിലിറ്റി ടു ജനറേറ്റ് ഇൻകം ആൻഡ് എൻഹാൻസ് ദ വാല്യൂ ഓഫ് ഷെയർ, അതിനെ അവർ എക്സാമിൻ ചെയ്യും. എന്നിട്ട് വാരിയസ് ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അഡ്വൈസസ് നൽകുക എന്നതാണ് ഈ സെക്യൂരിറ്റി അനലിസ്റ്റിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അവർക്ക് അതിങ്ങനെ ചെയ്യണമെങ്കിൽ ദേ ഓൾസോ നീഡ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ദ ലാസ്റ്റ് വൺ ഈസ് റിസർച്ചേഴ്സ്. റിസർച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാനോ റിസർച്ച് ചെയ്യാനോ എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ഫേംസിൻ്റെയും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്രയാണ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു, അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഇതിൽ നമ്മൾ പറഞ്ഞത് എന്താണ് അക്കൗണ്ടൻസി അല്ലേ, മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞു, പിന്നെ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞു, ഒപ്പം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞു. ഫൈനലി വി ഹാവ് ഡിസ്കസ്ഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. ക്ലിയർ ആയിരുന്നില്ലേ? ഇപ്പോൾ എന്ത് തോന്നുന്നു, അക്കൗണ്ടൻസി പഠിക്കാൻ ഈസി ആയിരിക്കും അല്ലേ? നമ്മുടെ ഫസ്റ്റ് ക്ലാസ് കണ്ടിട്ട് അത്ര വലിയ ടഫ് സബ്ജക്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഇത്രയാണ്, തിയറി കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഈ 2 ചാപ്റ്ററിലാണ് മെയിൻലി തിയറി വരുന്നത്, പിന്നെ ബാക്കിയെല്ലാം ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത്രയും നേരം കേട്ടതിൽ നിന്നും എന്താണ് ഒരു അക്കൗണ്ടൻസിയുടെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.